ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മുടെ ഉസ്താദുമാർ നമ്മളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് നേടുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മരണം എന്നുള്ളത്. ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു ജീവജാലങ്ങളും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവർക്ക് മരണം സുനിശ്ചിതമാണ്. അതേത് സമയത്ത് എപ്പോൾ എങ്ങനെ എന്നുള്ളതൊന്നും ആർക്കും തന്നെ മുൻകൂട്ടി പ്രവചിക്കാനോ മുൻകൂട്ടി അറിയാനോ ഒന്നും തന്നെ കഴിയില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു കാര്യത്തിൽ ഒരല്പം ഭയമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഭയപ്പെട്ടതുകൊണ്ട് അങ്ങനൊരു സംഭവം ഇല്ലാതിരിക്കുമോ? യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പടി കടന്നുകൂടി ഭയപ്പെടുന്നതിൻ്റെ ഒരു കാരണം ആ അന്ത്യസമയത്ത് അഥവാ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് അല്ലെങ്കിൽ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെട്ടില്ലെങ്കിൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി മരണപ്പെട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കുമെന്ന ഒരു ഭീതിപ്പെടുത്തൽ കൂടി നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആ വിഷയത്തിൽ ആ തരത്തിലും ഭയപ്പാടാണുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. ഈ മരണസമയത്ത് ഒരാൾ മുസ്ലിം ആയെങ്കിൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അല്ലെങ്കിൽ ഉസ്താദ്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തു കലിമ അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് സകല ആരാധനകളും വഴിപാടുകളും എല്ലാം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമസ്കാരം, നോമ്പ് പോലുള്ള അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചൊരു വ്യക്തിക്കാണ് പൂർണ്ണമായും ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൗരോഹിത്യം നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ അതിനെതിരെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരുപാട് മരണങ്ങളെ ഞാൻ പഠിച്ചു നോക്കി. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മരണങ്ങൾ പ്രത്യേകിച്ച്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയുന്ന ഒരു അമ്മൂമ്മ, ആ അമ്മൂമ്മ രാമഭക്തയാണ്, അതുപോലെ തന്നെ കൃഷ്ണഭക്തയുമാണ്. ആ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും അവർ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഓരോ രൂപങ്ങളും ഫോട്ടോകളുമൊക്കെ. അതിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയുണ്ട്, ശ്രീരാമൻ്റെ ഫോട്ടോ ഉണ്ട്, ഗണപതിയുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ അവരെ ആരാധിക്കുന്ന ആരാധ്യമൂർത്തികളുടെ എല്ലാം തന്നെ ഫോട്ടോകളുണ്ട്. ഈ അമ്മൂമ്മ സന്ധ്യാസമയങ്ങളിൽ രാമ 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 എന്ന് പറഞ്ഞിട്ട് നാമം ജപിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ അമ്മൂമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അള്ളാഹുമ്മ അല്ലെങ്കിൽ റബ്ബന എന്നൊന്നും ആ അമ്മൂമ്മ വായ കൊണ്ട് ഉച്ചരിച്ചിട്ടേയില്ല. പക്ഷേ ആ അമ്മൂമ്മ വളരെയധികം ദൈവഭക്തയായിരുന്നു. അതുപോലെ തന്നെ അമ്മൂമ്മയുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നിടത്തോളം ആ അമ്മൂമ്മ വളരെ നല്ല രൂപത്തിൽ ഭൗതിക ആത്മീയ ജീവിതം നയിച്ച ഒരു അമ്മൂമ്മയാണ്. അവർ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ പറഞ്ഞ പോലെ മരണപ്പെട്ടത്. അവരുടെ മരണത്തിന് തൊട്ട് മുമ്പുണ്ടായ സംഭവമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പൗരോഹിത്യവർഗം പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് അത്തരത്തിൽ മരണത്തെ ഭയപ്പാടോടുകൂടി സമീപിക്കുന്ന, മരണസമയത്തെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയാതെ ഈമാനില്ലാതെ മരിച്ചു പോകുമോ എന്ന ഭയപ്പാട് കൊണ്ട് മരണത്തെ പരിധി വിട്ട് ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ മരണം ഞാനിവിടെ ഒരു ഉദാഹരണമായി നടന്ന സംഭവമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിയമങ്ങളെ കൊച്ചാക്കാനോ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ച ഇസ്ലാം ഈ പുരോഹിതന്മാർ പറയുന്നത് പോലെ അല്ല എന്ന ഓരോരോ കാര്യങ്ങളിലും എൻ്റെ പഠന ഗവേഷണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ ആ ഓരോ സബ്ജക്റ്റും നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. ആ അമ്മൂമ്മ മരണപ്പെടുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എന്താ ഉണ്ടായതെന്നറിയോ? ആ അമ്മൂമ്മ ദൈവത്തിൻ്റെ അവരാരാധിക്കുന്ന ദൈവങ്ങളുടെ ഓരോ പേരുകൾ വിളിച്ച് നാമങ്ങൾ ജപിക്കുകയും അതുപോലെ തന്നെ അവരോട് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ ആ അമ്മൂമ്മ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണർ ഒരു മുസ്ലിം സ്ത്രീയാണ്, ഒരു ഇത്തയാണ്. ആ ഇത്തയെ വിളിപ്പിക്കുകയും ഈ അമ്മൂമ്മയുടെ മകള് മരണപ്പെട്ടതാണ്, പേരക്കുട്ടിയാണ് ഈ അമ്മൂമ്മയെ നോക്കുന്നത്, അതൊരു പെൺകുട്ടിയാണ്. ആ പേരക്കുട്ടിയെ ഈ അമ്മൂമ്മ ഈ ഹൗസ് ഓണറായ ഇത്തയെ വിളിപ്പിച്ചിട്ട് അവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയും
എൻ്റെ കാലശേഷം ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മൾ വസിയത്ത് പറയാമെന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയും ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം എൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുതെന്നും അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയും അതിനുശേഷം പേരക്കുട്ടിയോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറയുകയും പേരക്കുട്ടി ആ വെള്ളം എടുക്കാനായിട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് ഈ ഹൗസ് ഓണർ, ഞാൻ പറഞ്ഞ ഇത്ത, ആ അമ്മൂമ്മയുടെ തൊട്ടടുത്തുണ്ട്. ആ ഇത്തയുടെ കൈകൾ പിടിച്ചിട്ടാണ് ഈ അമ്മൂമ്മ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അതിനുശേഷം ഈ അമ്മൂമ്മ മുകളിലേക്ക് നോക്കുകയും ചിരിക്കുകയും കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആരോ നമ്മൾ മാടി വിളിക്കുന്നത് പോലെ മാടി വിളിക്കുകയും എന്നിട്ട് പുഞ്ചിരി തൂകി അങ്ങനെ പതുക്കെ വായ തുറന്ന് അങ്ങനെ മരണത്തിലേക്ക് വഴുതി വീഴുകയുമാണ് ചെയ്തത്. ഇതാണ് ആ അമ്മൂമ്മയുടെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമുക്ക് ഉസ്താദുമാർ പഠിപ്പിച്ച് തന്ന ഒരു ഇസ്ലാം അനുസരിച്ച്, അവർ പഠിപ്പിച്ചൊരു ഇസ്ലാം അനുസരിച്ച് അങ്ങനെ ഒന്ന് സാധ്യമാണോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹു എന്ന വേർഡ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാതിരിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്ത ആ അമ്മൂമ്മ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞ പച്ചയായ ഷിർക്ക് ചെയ്ത് ഷിർക്കിലധിഷ്ഠിതമായ ജീവിതം മുഴുവനും 98 വയസ്സെങ്ങാണ്ടുണ്ട് അമ്മൂമ്മക്ക്. ഈ 98 വർഷവും ഷിർക്കിലധിഷ്ഠിതമായ ജീവിതം നയിച്ചിട്ട് ജീവിതത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ അവർ ചിരിച്ചുകൊണ്ട് ആ മലിക്കുൽ മൗത്ത് എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന അസ്രായിൽ എന്നൊക്കെ പറയുന്ന ആ മാലാഖയെ മാടി വിളിച്ചുകൊണ്ട് അതോടൊപ്പം ചിരിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹു എന്ന അറബിക് വേർഡ് യൂസ് ചെയ്യാതെ ആ ഒരു വേർഡിൽ തൻ്റെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാതെ ആരാധന വഴിപാടുകൾ നടത്താതെ ഇരുന്നിട്ട് പോലും പുഞ്ചിരി തൂകിക്കൊണ്ട് മരണപ്പെടാൻ ഒരു ലൈഫ് മുഴുവൻ തൃപ്തിപ്പെട്ട് ആ മാലാഖയോടൊപ്പം സന്തോഷത്തോടുകൂടെ പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ഒരു ഇസ്ലാമിന് എതിരാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ഒരു മിറാക്കിൾ അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം ഞാൻ തേടി. പരിശുദ്ധ ഖുർആൻ എനിക്കതിന് ഉത്തരവും തന്നു. പക്ഷെ ആ ഉത്തരം ആ രൂപത്തിലല്ല നമ്മളാരും പഠിച്ചത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇന്നലെ ഉണ്ടായ ആയത്തല്ലല്ലോ, 1400 കൊല്ലം മുമ്പേ പരിശുദ്ധ ഖുർആനിൽ എഴുതി വെച്ച വാചകമാണ്. 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ വാചകം. ഞാനതൊന്ന് വായിക്കാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അമ്മൂമ്മക്ക് അതിന് സാധിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം ആ ആയത്തിലുണ്ട്. ആ ആയത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. ആയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറാ والصابين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദരായവരും നസ്രാണികളും അഥവാ ക്രിസ്ത്യാനികളും സ്വാബീയങ്ങളും എല്ലാം തന്നെ ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, എന്നാൽ അവർക്ക് അവരുടെ രക്ഷിതാവിൻ്റെ അടുത്ത് അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കേണ്ടതുമില്ല. എത്ര കൃത്യമാണെന്ന് നോക്കിയേ. എന്താ പറഞ്ഞതെന്നറിയോ? തീർച്ചയായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്നവർ അവർ യഹൂദരായാലും ക്രിസ്ത്യാനികളായാലും താബിയങ്ങളായാലും എല്ലാം തന്നെ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർക്ക് രക്ഷിതാവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കേണ്ടതുമില്ല, അവർ വിഷമിക്കേണ്ടതില്ല.
എത്ര ക്ലിയറാണ്. എന്തുകൊണ്ടാണ് ആ അമ്മൂമ്മയുടെ അന്ത്യനിമിഷങ്ങൾ അങ്ങനെ ആയത് എന്നുള്ളതിൻ്റെ ഉത്തരം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 62-ാമത്തെ ആയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള തഫ്സീർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലൈഫിൽ ഈ ഉസ്താദുമാർ, എല്ലാ ആളുകളെയും അല്ല കേട്ടോ പറയുന്നത്, ചില ഉസ്താദുമാർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ ഭയപ്പാടുകൾ സൃഷ്ടിച്ച് നമ്മളുടെ ഭൗതിക ജീവിതത്തെ നരകതുല്യമാക്കുന്നതിൽ അവരൊരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം അവർക്ക് നമ്മളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർക്കറിയാം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. ഒരു വ്യക്തി നല്ല വ്യക്തിയായി ജീവിച്ചു, അവൻ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കും, അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് പല തരത്തിലുമാകാം, അത് പല പേരിലുമായിരിക്കും അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവുക. നാടിൻ്റെ, ഭാഷയുടെ, ദേശങ്ങളുടെ പ്രത്യേകതക്കനുസരിച്ച് അങ്ങനെ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അള്ളാഹു എന്ന അറബിക് വേർഡ് 2000 വർഷത്തിനപ്പുറം ഇല്ല എന്നുള്ള വസ്തുത നമുക്കറിയോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 2000 വർഷത്തിനുള്ളിലാണ് അള്ളാഹു എന്ന അറബിക് വേർഡ് ഉണ്ടാവുകയും ആ പേരിൽ ദൈവത്തെ സംബോധന ചെയ്ത് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ച് വളർന്ന് ഉള്ള ആളായതുകൊണ്ട്, അറബി ഭാഷ സംസാരിക്കുന്ന ആളായതുകൊണ്ടാണ് അറബിയിൽ ദൈവത്തെ വിളിക്കുന്ന അള്ളാഹു എന്ന പേരിൽ ദൈവത്തെ സംബോധന ചെയ്ത് അങ്ങനെ പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ട് മുമ്പുള്ള പ്രവാചകൻ ആരായിരുന്നു? ഈസാ നബി ആണല്ലോ. ആ ഈസാ നബി അള്ളാഹു എന്നല്ല വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. പരിശുദ്ധ ബൈബിൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആ ഹിബ്രു ഭാഷയിൽ അന്ന് അവർ സംസാരിച്ചിരുന്ന അറാമിക്, ഹിബ്രു ഭാഷകളിലുള്ള ബൈബിളിൽ എന്ത് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അള്ളാഹു എന്നാണോ? അല്ല. അപ്പം നമ്മൾ ഓരോ നാടുകളിലും ദൈവത്തെ ഏത് പേരിലാണോ വിളിക്കുന്നത് ആ പേരിൽ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അള്ളാഹു എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് വാശി പിടിക്കുന്നത് ബിസിനസ്സാണ് മക്കളെ. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. അത് വെറും ബിസിനസ് മാത്രമാണ്. ഒരിക്കലും ഒരു വ്യക്തി അള്ളാഹു എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു വാശിയുമില്ല. അങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചിട്ടുമില്ല. ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 62-ാമത്തെ ആയത്ത് അതാണ് നമ്മളോട് പറയുന്നത്. പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടും ഈ ഉസ്താദുമാരുടെ ആ ഒരു പൗരോഹിത്യ മതത്തിൽ തന്നെ നമ്മൾ അടിയുറച്ച് നിൽക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട്. ഇതാകെ ഉസ്താദുമാരോട് സംസാരിച്ചിട്ട് ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ച് തരേണ്ട ഒരാവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഭാഷയിലും പരിശുദ്ധ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. നമ്മളുടെ വിരലുകൾ കൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്താൽ കിട്ടാവുന്ന ഒരു സംഭവം മാത്രമാണിത്. ഈ ഒരു ആയത്ത് തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം. ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു എന്ന അറബിക് വേർഡും തന്നെ ഉപയോഗിക്കണമെന്ന് പടച്ച തമ്പുരാന് യാതൊരു വാശിയുമില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ന്യൂനപക്ഷം ആളുകൾക്ക് മാത്രം സ്വർഗത്തിൽ പോവുക എന്ന് പറയുമ്പോൾ ഈ അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവ് അനീതി പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് പ്രാവർത്തിക തലത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. എല്ലാ മനുഷ്യരോടും നീതിയിലധിഷ്ഠിതമായി നീതി പ്രവർത്തിക്കുന്ന, ഒരു തരിമ്പ് പോലും അനീതി പ്രവർത്തിക്കാത്ത ഒരാളാണ് ഈ അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാൻ. ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും സാബിയായും ജൂതനായും മതമുള്ളവനായും മതമില്ലാത്തവനായും ഒക്കെ നമ്മളെയൊക്കെ ജനിപ്പിച്ചിട്ടുള്ളത് ഈ അള്ളാഹു നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന് ഇതേ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂടി വെച്ചുകൊണ്ട് ദഅവത്ത് എന്ന ഓമന പേരിൽ മതം മാറ്റുക എന്ന് പറയുന്ന മുതൽ മുടക്കില്ലാത്ത ബിസിനസ് നന്നായിട്ട് ചെയ്യുന്ന പണ്ഡിത പുരോഹിതന്മാർ നമ്മളെ പറഞ്ഞ് പറ്റിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഈ ആയത്ത് നമ്മളോട് വിളിച്ചു ഓതുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാമിലായ ഈമാനോട് കൂടി മരണം വരിക്കണമെങ്കിൽ
അള്ളാഹു എന്ന വേർഡ് ഉപയോഗിക്കണമെന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലണമെന്നോ എന്നൊന്നും പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടില്ല. ഒരിക്കലും പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ യഹൂദനായാലും ക്രിസ്ത്യാനിയായാലും സാബി ആയാലും ആരായാലും ദൈവത്തിൽ വിശ്വസിക്കുകയും ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുകയും ഖിയാമത്ത് നാളുണ്ടെന്ന് വിശ്വസിക്കുകയും അഥവാ അന്ത്യനാളുണ്ടെന്ന് വിശ്വസിക്കുകയും നല്ല വ്യക്തിയായി നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്ത ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് നല്ല മരണമാണ്. അവന് യാതൊരു ഭയപ്പാടുമില്ല. ഇഹലോകത്തും ഭയപ്പെടേണ്ടതില്ല, പരലോകത്തും വ്യസനിക്കേണ്ടതില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും. പണ്ഡിത പുരോഹിതന്മാർ ഉസ്താദുമാർ അങ്ങനെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ മുസ്ലിം എന്നല്ലേ പറയുക? അവനെ ക്രിസ്ത്യാനി എന്നാണ് പറയുക? സാബി എന്ന് പറയോ? യഹൂദൻ എന്ന് പറയോ? ഇല്ലല്ലോ. ഇവിടെ ആരായാലും യഹൂദനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സാബി ആണെങ്കിലും ഈ ഏത് ഗ്രൂപ്പാണെങ്കിലും ഏത് മതത്തിന് അനുസൃതമായി ജീവിക്കുന്നവനാണെങ്കിലും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ നല്ല പ്രവർത്തികൾ ചെയ്യുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഭയപ്പെടേണ്ടതില്ല, അവന് സ്വർഗമാണ്. അപ്പോൾ അവരാരും തന്നെ അള്ളാഹു എന്ന അറബിക് വേർഡിലല്ല ദൈവത്തെ വിശ്വസിക്കുന്നത്, ആരാധനകൾ നടത്തുന്നത്, അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടത്താത്തത് കൊണ്ടാണല്ലോ അവർക്ക് അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച പേരുകൾക്ക് അനുസൃതമായി ജീവിക്കുന്നത് കൊണ്ടാണല്ലോ അവരെ ക്രിസ്ത്യാനികളെന്നും യഹൂദരെന്നും സാബികളെന്നൊക്കെ വേർതിരിച്ച് തന്നെ നമ്മൾ കാണുന്നതും പറയുന്നതുമൊക്കെ. അപ്പോൾ വേദഗ്രന്ഥ പരിശുദ്ധ ഖുർആൻ തന്നെ ക്രിസ്ത്യാനികളെന്നും സാബിയങ്ങളെന്നും ഒക്കെ വേർതിരിച്ച് തന്നെ യഹൂദനെന്നൊക്കെ വേർതിരിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അവരൊക്കെയും തന്നെ ഭയപ്പെടേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. എങ്ങനെയാണെങ്കിൽ ആ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത് ജീവിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അവർ വിഷമിക്കേണ്ടതില്ല എന്നാണ്. പിന്നെ എന്തിനാണ് അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കണമെന്ന് വാശി പിടിച്ചിട്ട് ക്രിസ്ത്യാനിയായ യഹൂദനായ ഹൈന്ദവനായ ഇങ്ങനെ വ്യത്യസ്ത മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ ഇങ്ങോട്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ ഒരു കൺവേർട്ട് നടത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ പുറകിൽ വെറും ബിസിനസ് മാത്രമാണ്. അവർക്ക് മതം വിറ്റ് ജീവിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് എന്ത്, ഈ ദാവത്ത് എന്ന ഓമന പേരിൽ അവർ നടത്തുന്ന സംഭവം. ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചെയ്യേണ്ടത്. നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ നമ്മുടെ പള്ളിയുടെ തന്നെ ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് അവർക്ക് അവരുടെ ആരാധനകൾ അവരുടെ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ അവസരം കൊടുത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് ചരിത്രത്തിലുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ലോയിഫാണെന്ന് പറഞ്ഞിട്ട് തള്ളുക. ഇവർക്ക് ആവശ്യമുള്ള അഥവാ ഇവർക്ക് മതം വിൽക്കാൻ ആവശ്യമുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വഹീഹും ബാക്കിയുള്ളതൊക്കെ ലോയിഫും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് പൗരോഹിത്യ മതമാണ് എന്നുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടു കൂടെ തന്നെ തിരിച്ചറിയണം. നമ്മളിപ്പോൾ കണ്ടില്ലേ, അബ്ദുറഹീം എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന ആ ഒരു മുസ്ലിമായ വ്യക്തിയുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ 34 കോടി രൂപ പിരിക്കാനായി കേരളത്തിൽ ആറ്റം മുതൽ ഈ അറ്റം വരെ യാചന നടത്തുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അള്ളാഹു എന്ന് വിളിച്ചല്ല അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളല്ല, നോമ്പ് പിടിക്കുന്ന ആളല്ല, അതുപോലെ ഹജ്ജ് ചെയ്ത ആളല്ല. അങ്ങനെ അത്തരത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നിട്ട് കൂടെ മുസ്ലിമായ തൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കി ആ ഉമ്മ സ്വന്തം ഉമ്മയെ പോലെ കണ്ടുകൊണ്ട്, സ്വന്തം ഉമ്മയും മറ്റേ അബ്ദുറഹീം എൻ്റെ സഹോദരനുമാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഇങ്ങനെ യാചന നടത്തുമോ? ഇല്ല. അഭിമാന പ്രശ്നമാണ്. ഞാൻ അങ്ങനെ യാചന നടത്താൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് സമൂഹത്തിലുള്ള വില, എൻ്റെ താടി, എൻ്റെ തലപ്പാവ് ഇതൊക്കെ നോക്കിയിട്ടിരിക്കില്ല. അല്ലെങ്കിലും ഇസ്തിരി ചുളിയാത്ത പ്രവർത്തനങ്ങളല്ലേ ഈ അധിക ഉസ്താദുമാരും ചെയ്യുന്നത്? റസൂലുള്ള ചെയ്തതുപോലെ അബൂജഹൽ എനിക്ക് പൈസ തരാണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ബാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ആ ആളുടെ കൂടെ ചെന്ന് അബൂജഹലിൻ്റെ അടുത്ത് പൈസ എടുത്ത് കൊടുക്കടോ എന്ന് പറഞ്ഞ ഒരു റസൂലിനെ ഇവർ മാതൃകയാക്കാറുണ്ടോ? ഏതെങ്കിലും ഒരാളൊരു വിഷമം എന്ന് പറയുമ്പോൾ എന്താ മോനെ വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ആ ദ്രോഹിക്കുന്ന അക്രമിയുടെ അടുത്ത് കയറി ചെല്ലാൻ ഏതെങ്കിലും പണ്ഡിതന്മാർ തയ്യാറാകാറുണ്ടോ? എന്താ അതിന് മാതൃക കാണിച്ചിരിക്കുകയാണ് ബഹുമാനായ ബോബി ചെമ്മണ്ണൂർ അല്ലേ? നമ്മളെന്താ അയാളെ കോമാളിയായിട്ടാണ് പല ആളുകളും സംസാരങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, അത് അദ്ദേഹത്തിന്
ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ എത്തിക്കാഫിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക എന്ന് പറഞ്ഞത്. ആ എത്തിക്കാഫിൻ്റെ പ്രതിഫലം വാരി കൂട്ടുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യ സ്നേഹി ചെയ്യുന്നത്. അതിലൊക്കെ ഒരുപാട് മാതൃകയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ. അതൊക്കെ കണ്ടു പഠിക്കൂ. അതാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ മതമില്ലേ, അതാണ്. 34 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദി കിടന്ന് പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിക്കട്ടെ, കമ്മിറ്റി കൂടട്ടെ എന്നൊന്നുമല്ല. 34 കോടി രൂപ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി തെണ്ടിയിട്ടാണെങ്കിലും ആ സഹോദരനെ ജയിൽ മോചിതനാക്കും. ആ ഉമ്മാക്ക് 18 വർഷം സ്വന്തം മകനെ കാണാൻ കഴിയാതെ ഒഴുക്കിയ കണ്ണുനീരിന് ഉത്തരം നൽകിക്കൊണ്ട് ദൈവികമായ ആ പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എത്ര വിശ്വാസികളും അവിശ്വാസികളുമായ ആളുകൾ ജാതി മത ഭേദമന്യേ ആ ഒരു കാര്യത്തിൽ അകമഴിഞ്ഞ് സംഭാവനകൾ നൽകി. ആ ഒരു 34 കോടി അൽഹംദുലില്ലാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റെഡി ആയിട്ടുണ്ട് എന്ന ഒരു ന്യൂസ് ആണ് കേട്ടത്. യഥാർത്ഥത്തിൽ അതല്ലേ ഇസ്ലാം? ഇസ്ലാം അതല്ലേ പഠിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ഒരാളായി ജീവിക്കാനല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? 5 നേരം തലകുത്തി മറിഞ്ഞ് നോമ്പ് നോറ്റ് എന്നിട്ട് ആ നോമ്പ് റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുക, എന്നിട്ട് പിന്നെ കുമ്പസരിക്കാൻ അടുത്ത റമദാനെ കാത്തിരിക്കുക. ഇങ്ങനൊരു ഇസ്ലാമൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും റസൂലുള്ള പഠിപ്പിച്ചതല്ല കേട്ടോ. യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമാണ് നല്ലൊരു മരണം ഉണ്ടാവുള്ളൂ. അതാകെ തലകുത്തി 5 നേരം തലകുത്തി മറിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ദീനീ പ്രബോധന മേഖലകളിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്ക് ഇത്ര താടിയുണ്ട്, എൻ്റെ പാൻറ്റ് ഞെരിയാണിയുടെ മുകളിൽ മുക്കാ പാൻറ്റാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതൊന്നും തന്നെ റാഹത്തായ ഈമാനോടുകൂടി കാമിലായ ഒരു മരണത്തിന് കാരണമാകില്ല എന്നാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി തിരിച്ചറിവോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആത്യന്തികമായി ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായി ഈ ഭൂമിയിൽ ചുറ്റുഭാഗമുള്ള ആളുകൾക്കൊക്കെയും നന്മകൾ വാരി വിതറി കടന്നു പോകാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വളരെ ഗൗരവമേറിയ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ചിന്തകളിലേക്കും പഠനങ്ങളിലേക്കും സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഓക്കെ ബായ്, താങ്ക് യു.